ഇന്ന് നമ്മുടെ ഫേസ്ബുക്ക് തുറന്ന് നോക്കിയാലും യൂട്യൂബിലാണേലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന ആൾ, രേഷ്മ പി തങ്കച്ചൻ. പുള്ളിക്കാരത്തി പറയുന്ന ഓരോ കാര്യങ്ങൾ ഇത്രയും നാളും കേട്ടും കണ്ടുവരുന്ന ജനങ്ങൾ ഈ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന രേഷ്മ പി തങ്കച്ചന് പിന്നെയും ജനങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കാതെ ഓരോരോ കാര്യങ്ങളിട്ട് ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബിഷപ്പ് ഇദ്ദേഹത്തെ ഈ രേണുസുതിക്ക് വീട് വയ്ക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ്, അദ്ദേഹം ഇത്രയും നാളും നീ തേഞ്ഞൊട്ടി, നീ പണ്ടാരടങ്ങി പോട്ടെ എന്നും പറഞ്ഞ് ശപിച്ചുകൊണ്ടിരുന്ന വ്യക്തി അവർക്ക് ക്യാൻസറാണെന്നറിഞ്ഞ നിമിഷത്തിൽ അദ്ദേഹത്തിന് അനുതാപമുണ്ടായി. അവരെ വീട്ടിൽ ചെന്ന് അവളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല കാര്യം തന്നെ. അസുഖബാധിതയായിരിക്കുന്ന ഒരു വ്യക്തിയെ ആരും ആയിക്കോട്ടെ, എത്ര ശത്രുവാണെങ്കിൽ പോലും അവരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, എല്ലാം വളരെ നല്ല കാര്യമാണ്. അവർ ബിഷപ്പ് എന്നല്ല, സാധാരണ ഒരു മനുഷ്യൻ്റെ മാനസികമായ ഒരു കാര്യമാണ് അങ്ങനെ. ഇപ്പോൾ ബിഷപ്പ് പോയി ആശ്വസിപ്പിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തേഞ്ഞൊട്ടിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബിഷപ്പ് ഇപ്പോൾ കൊല്ലസുധിയുടെ മകനായ കിച്ചു രാഹുൽ ദാസിന് എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്ത് സൂക്കേടാണെന്ന് എനിക്കറിയാൻ വയ്യാത്തത്. ബൈബിളിലൊരു വചനമുണ്ട്, മുടിയനായ പുത്രനെ ചേർത്ത് പിടിച്ച ഒരപ്പനെക്കുറിച്ച്. ഇദ്ദേഹം ഏത് ബൈബിളാണ്, എവിടുത്തെ ബിഷപ്പാണ്, ഏത് ആടുകളെ നന്നാക്കാൻ നടക്കുന്ന ബിഷപ്പാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ മുടിയനായ പുത്രനെ ചേർത്ത് മാറോടണച്ച് അവൻ വഴിതെറ്റിപ്പോയിട്ടും അവൻ്റെ സർവ്വ പാപങ്ങളെ ക്ഷമിച്ച് അവനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടതിന് പ്രാർത്ഥിക്കുകയും അവന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്ത ഒരു പിതാവിനെ നമുക്ക് ബൈബിളിൽ കാണാം. ഒരു സത്യത്തിൽ ഒരു ഇടയൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പള്ളിയിലെ കുഞ്ഞാടുകളെ മേയ്ക്കേണ്ടതായ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ബിഷപ്പ്, ഒരു വ്യക്തി വഴിതെറ്റിപ്പോയാൽ, പള്ളിയിലെ അംഗമല്ലായിരിക്കാം, പുറത്തുള്ള വ്യക്തിയായിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ, വഴിതെറ്റിപ്പോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നേർവഴിക്ക് നടക്കേണ്ടതായ ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യേണ്ടതിന് വരും. കിച്ചുവിനെ ഞാൻ കാണിച്ചു തരാം. പോലീസുകാരുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ അവന് പണി കൊടുക്കുമെന്നുള്ള രീതിയിലൊക്കെ ഈ ബിഷപ്പ് എന്ന വ്യക്തി സംസാരിക്കാൻ എങ്ങനെ അയാൾക്ക് സാധിച്ചു എന്ന്